മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ഉത്തരമലബാറിലെ ആദ്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വിജയകരമായി പൂർത്തീകരിച്ചു. ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിസിന് വിധേയനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്ന തലശ്ശേരി സ്വദേശിയായ 51 വയസ്സുകാരനാണ് വൃക്ക മാറ്റിവെച്ചതിലൂടെ പുതുജീവിതം നേടിയെടുത്തത്. അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ കണ്ണൂരിന്റെ ആതുര സേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിനോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്താനും ഇതോടുകൂടി സാധിക്കും. ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടു കൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ KM സൂരജും കണ്ണൂർ ആസ്റ്റർ മിംസ് CEO ഡോക്ടർ അനൂപ് നമ്പ്യാരും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാവുന്നത്. നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് VR, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം, അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ്, ഡോക്ടർ വന്ദന, ഡോക്ടർ പ്രശാന്ത്, നഴ്സിംഗ് വിഭാഗം സോണിയ, രമ്യ തുടങ്ങിയവർ വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകി. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രോഗികളും വൃക്ക മാറ്റിവെക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ മംഗലാപുരം, അങ്ങനെ സമീപ ജില്ലകളിലാണ്. അത് മാറ്റി നമുക്ക് ഇവിടെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ്. അത് ഒരു വർഷം എന്താണെങ്കിലും ഇവർ ചെയ്ത് കഴിഞ്ഞാലും ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയക്കാളും കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം വേറൊരു രോഗിയുടെ വൃക്കയാണ് ഈ രോഗി സ്വീകരിക്കുന്നത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ, അതായത് ശരീരത്തിൽ നമുക്ക് വേറൊന്ന് ആ സ്വീകർത്താവ് അത് റിജക്റ്റ് ചെയ്യാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള മരുന്നുകൾ കൊടുക്കണം. അതുകൂടാതെ ആ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷൻ, അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സംഗതികളും നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിനുവേണ്ടി ഈ സർജറി കഴിഞ്ഞാലും 1 മാസത്തോളം അവർക്കൊരു വീടെടുത്ത് അടുത്ത ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ടി വരും. നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഇതിനടുത്ത് തന്നെ ആൾക്കാരാകുമ്പോൾ അവരുടെ തന്നെ വീട്ടിൽ നിൽക്കാനുമുള്ള സൗകര്യം കൂടെ നമുക്കിതിൽ ലഭിക്കും. വൃക്ക മാറ്റിവെക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത്. ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വൃക്ക ആവശ്യമായി വരികയും എന്നാൽ സ്വീകർത്താവിന് യോജിക്കാതെ വരികയും ചെയ്യുന്നവർ അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്റ്റർ മിംസ് CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു. അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, DGM ഓപ്പറേഷൻസ് വിവിൻ ജോർജ്, നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ പ്രദീപ് V, ഡോക്ടർ സാരംഗ് വിജയൻ, യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.